Once again, welcome back to my channel. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെബ്3യുടെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്ന് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്രിപ്റ്റോ കറൻസി. സോ നമുക്ക് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ഹിസ്റ്ററിയിലേക്ക് ആദ്യം നീങ്ങാം. ഒരു റോഡ് മാപ്പ് പോലുള്ള ഞാനും വരച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു ഹിസ്റ്ററി ആയിട്ട് പറയുകയാണെങ്കിൽ 2008 ബിറ്റ് കോയിന് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ബിറ്റ് കോയിൻ്റെ ജനനം. പിന്നീട് സംഭവിച്ചത് 2009 അതിന് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. ഓക്കെ, ബിറ്റ് കോയിൻ ലോഞ്ച് ചെയ്തു 2009. അതിനുശേഷമാണ് 2010 ഫസ്റ്റത്തെ ആദ്യത്തെ ബിറ്റ് കോയിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഒരു 10,000 ബിറ്റ് കോയിൻ കൊടുത്തിട്ട് പിസ്സ വാങ്ങിയൊക്കെ ഒരു കഥയുണ്ട്. ഓക്കെ, അത് ഇതിനോട് ആസ്പദമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് സംഭവിച്ചൊരു കാര്യമാണ് 2011 ഒരുപാട് ഓൾട്ട് കോയിൻസ് ഇറങ്ങി. ബിറ്റ് കോയിൻ്റെ മൂല്യത്തിന് കണക്കാക്കിയിട്ട് പ്രൈസിൽ വ്യത്യാസം വരുന്ന ചെറിയ ചെറിയ കോയിൻസ്. ഓക്കെ, അതിനുശേഷം 2013 ബിറ്റ് കോയിൻ ആദ്യമായിട്ട് $1,000 ഹിറ്റ് ചെയ്തു അതിൻ്റെ വാല്യൂ. ഓക്കെ, ഒരു ബിറ്റ് കോയിന് $1,000 എന്നുള്ള രീതിയിലേക്ക് 2013 വന്നു. അതിനുശേഷം 2015 ഇതേറിയത്തിൻ്റെ ലോഞ്ച് നടന്നു. ഓക്കെ, ഇതേറിയം എന്നുള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ബ്ലോക്ക് ചെയിൻ ലെവലുള്ള ഒരു കോയിൻ. ഓക്കെ, അത് 2015 സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 2017 വീണ്ടും നമ്മുടെ ബിറ്റ് കോയിന് $2,000 അതിൻ്റെ പ്രൈസ് മൂവ് ചെയ്തു. ഓക്കെ, പിന്നീട് 2020 നമ്മുടെ ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് സിസ്റ്റമൊക്കെ ആ ഒരു സമയത്താണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ക്ലിയർ. പിന്നീട് നടന്നൊരു കാര്യമാണ് 2022 ആയപ്പോഴേക്ക് ഒരുപാട് ക്രിപ്റ്റോ മേഖലയിൽ നിന്ന് NFT അഡോപ്റ്റ് ചെയ്ത ഒരു സംവിധാനങ്ങളിലേക്കൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങി. അതിനുശേഷം 2024 ആയപ്പോൾ, അതായത് നമ്മുടെ ഈ ഒരു വർഷത്തിലാണ് ബിറ്റ് കോയിന് US ഗവൺമെൻറ് ETF അപ്രൂവൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ശരിക്കും അതിൻ്റെ ഒരു മേജറായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനേക്കാളും കുറേ കാര്യങ്ങൾ ഇനിയും ഉണ്ട് പറയാൻ. പക്ഷേ നമ്മളുടെ ഈ ഒരു ക്രിപ്റ്റോ മേഖലകളിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ റോഡ് മാപ്പ് പോലെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ക്രിപ്റ്റോ കറൻസിയെ 2 രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ബിറ്റ് കോയിൻ എന്നും രണ്ടാമത്തത് ഓൾ കോയിൻസ് എന്നും. ഓൾ കോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് കോയിന് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ കോയിൻസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൾട്ട് കോയിൻസ്. ഓക്കെ, അപ്പം ഇങ്ങനെ 2 രീതിയിലാണ് നമ്മൾ ക്രിപ്റ്റോനെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ബിറ്റ് കോയിനും അതേപോലെ തന്നെ രണ്ടാമത്തത് ഓൾ കോയിനും. ബിറ്റ് കോയിൻ ആയിരിക്കും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ബിറ്റ് കോയിൻ്റെ വോളിയം ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുക. ഓൾമോസ്റ്റ് ഒരു 56% നമുക്ക് ബിറ്റ് കോയിന് ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ള എല്ലാ കോയിൻസും അതിന് ശേഷം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബിറ്റ് കോയിൻ്റെ വാല്യൂവിലൊരു വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള എല്ലാ കോയിൻസിലും ആ ഒരു ഫ്ലക്ച്വേഷൻ അതിനേക്കാൾ കൂടുതൽ മടങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, എന്തായാലും ഈ ഓൾ കോയിൻസിനെ നമ്മൾ വീണ്ടും 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് കോയിൻസ് എന്നും ടോക്കൺസ് എന്നും പറഞ്ഞിട്ട്. ഈ കോയിൻസിൽ തന്നെ വീണ്ടും അത് 2 രീതിയിലേക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു ബ്ലോക്ക് ചെയിൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്ന ടൈപ്പ് കോയിൻസും ഉണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന കോയിൻസും ഉണ്ട്. ഓൺ ബ്ലോക്ക് ചെയിനിൽ തന്നെ റൺ ചെയ്യുന്നവർ വീണ്ടും നമ്മൾ 2 ക്ലാസ്സിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ബിറ്റ് കോയിൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പ് കോയിൻസ്, ഉദാഹരണത്തിന് ലൈറ്റ് കോയിൻ, ഡോജ് കോയിനൊക്കെ ആ ഒരു കാറ്റഗറിയാണ്. അതോടൊപ്പം തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓൾട്ടർനേറ്റീവ് ബ്ലോക്ക് ചെയിനിൽ പോകുന്ന അങ്ങനെയുള്ള കുറച്ച് കോയിൻസും ഉണ്ട്. ഓക്കെ, ഇതേറിയം അതിൽ പെട്ടതാണ്. പിന്നെ ഈ മറ്റുള്ള ബ്ലോക്ക് ചെയിൻ, അതായത് സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിൻ ഇല്ലാത്ത ടൈപ്പ് ഓഫ് കോയിൻസിന് നമ്മൾ ടോക്കൺസ് എന്നുള്ള പേരിട്ടാണ് വിളിക്കുക. പിന്നെ അതിന് നമ്മൾ ഒരു കോയിൻ എന്നുള്ള പേരിൽ നമ്മളതിനെ പറയപ്പെടാറില്ല. കാരണം എന്താ വെച്ചാൽ അതിന് സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ചെയിൻ ഇല്ല. സ്വന്തമായിട്ട് ബ്ലോക്ക് ചെയിൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളതിന് ടോക്കൺ എന്നുള്ള പേര് കൂട്ടിയിട്ടാണ് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാറ്റഗറിയിലേക്കാണ് നമ്മുടെ ക്രിപ്റ്റോ കറൻസിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ തന്നെ സ്റ്റേബിൾ കോയിൻസ്, അതായത് നമ്മുടെ ഫിയറ്റ് കറൻസി പെഗ് ചെയ്ത് വെച്ചിട്ടുള്ള രീതിയിലുള്ള സ്റ്റേബിൾ കോയിൻസും ഉണ്ട്. അതിൻ്റെ വാല്യൂ ഒരിക്കലും മാറില്ല. ഓക്കെ, അത് ഡോളറിൻ്റെ വാല്യൂ എന്താണോ അതിനനുസരിച്ചിട്ട് സ്റ്റേബിൾ ആയിട്ട് പോകുന്ന ഒരു സ്റ്റേബിൾ കോയിൻസ് ആയിട്ട് മാറും. ഓക്കെ, മറ്റുള്ള ഒരുവിധം കോയിൻസുകളെല്ലാം സ്റ്റേബിൾ കോയിൻസ് അല്ലാത്ത ബാക്കിയെല്ലാം വോളട്ടൈൽ കോയിൻസ് ആയിരിക്കും. ബിറ്റ് കോയിൻ്റെ മൂല്യത്തിലുണ്ടായ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വളർച്ചയിലുണ്ടായിട്ടുള്ളൊരു മാറ്റം കൊണ്ട് ശരിക്കും ബിറ്റ് കോയിനെ പറയപ്പെടുന്നത് ഡിജിറ്റൽ ഗോൾഡ് എന്നുള്ള പേരിലാണ്. എന്തുകൊണ്ടാണ് ബിറ്റ് കോയിന് അങ്ങനെ ഒരു പേര് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഗോൾഡിനൊക്കെ ഒരു അസറ്റായിട്ട് നമ്മൾ കരുതി വെക്കുകയാണ് ചെയ്യുക, അല്ലേ? നമ്മുടെ ഒരു ആസ്തിയായിട്ട് കണക്കാക്കുന്ന ഒരു വസ്തുവാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഗോൾഡ്. ഒരുപാട് പണ്ട് കാലങ്ങളിലൊക്കെ സ്വർണം വാങ്ങി വെച്ചിട്ട് ഇന്ന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലേക്കൊക്കെ അത് വലിയൊരു അസറ്റായിട്ട് മാറിയിട്ടുണ്ട്.
ഓക്കെ, അതുപോലെ തന്നെ നമ്മളൊരു ബിറ്റ് കോയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2010 നമ്മളതിനെ ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു. ആ ലോഞ്ച് ചെയ്ത സമയത്ത് ഒരു ബിറ്റ് കോയിന് 15 രൂപ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് അതേ ടൈമിൽ, അതായത് 2010 ഒരു പവൻ സ്വർണത്തിനുണ്ടായിരുന്നു 18,500 രൂപ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു 18,500 രൂപ കൊടുത്തിട്ട് സ്വർണം വാങ്ങി വെക്കാനുള്ള കപ്പാസിറ്റി ഒരു ശരാശരി വ്യക്തിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആരും ബിറ്റ് കോയിൻ വാങ്ങി വെക്കാൻ തയ്യാറായില്ല. ഓക്കെ, കാരണം മക്കളെ കെട്ടിക്കാനും അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയതൊരു പവൻ സ്വർണ്ണമെങ്കിലും വാങ്ങി വെക്കാനുള്ളൊരു കപ്പാസിറ്റി അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ആരും അതിന് ഈ ഒരു ബിറ്റ് കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കുറഞ്ഞ വിഭാഗം ആളുകളൊന്നും തയ്യാറായിട്ടില്ല. പക്ഷെ ഇത് കണ്ടറിഞ്ഞ് ചെയ്ത ആളുകളുണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു 2010 15 രൂപയിലുണ്ടായിരുന്ന ബിറ്റ് കോയിന് 14 വർഷം കൊണ്ട്, അതായത് ഇപ്പോൾ 2024 ഇപ്പോഴത്തെ ഒരു പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 49 ലക്ഷം രൂപയിലേക്ക് ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഗ്രോ ചെയ്തു, വളർന്നു വന്നു. ഓക്കെ, പക്ഷേ ഈ ഒരു 14 വർഷം കൊണ്ടും നമ്മുടെ സ്വർണത്തിന് സംഭവിച്ച ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 53,360 രൂപയിലേക്ക് മാത്രം എത്തിയിട്ടുള്ളൂ. ഞാനവിടെ 2010 എന്നാണ് എഴുതിയത്, സോറി, അതൊരു മിസ്റ്റേക്ക് വന്നതാണ്. അവിടെ 2024 വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 2024 എത്തിയപ്പോൾ 53,000 രൂപയിലേക്ക് മാത്രമാണ് ഗോൾഡിനൊരു ഗ്രോത്ത് സംഭവിച്ചിട്ടുള്ളത്. അതായത് അന്ന് ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തിയുടെ 2 അസറ്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 34,860 രൂപ മാത്രമേ ഉള്ളൂ. അതേ സ്ഥാനത്ത് നമ്മൾ ഒരു ബിറ്റ് കോയിനിൽ ഒരു പവൻ സ്വർണത്തിൻ്റെ പൈസ എങ്ങാനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 14 വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഏതാണ്ട് വലിയൊരു സംഖ്യൻ്റെ പ്രോഫിറ്റാണ്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഞാനിതവിടെ കൃത്യമായിട്ട് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു 6,000 കോടിയുടെ മുകളിൽ വരും. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും വലിയൊരു ഗ്രോത്താണ് നമുക്കൊരു ക്രിപ്റ്റോ കറൻസിയിലൂടെ അല്ലെങ്കിൽ ഒരു ബിറ്റ് കോയിനോട് കിട്ടിയിട്ടുള്ളത് വെറും ചെറിയ സമയം കൊണ്ട്. ഗോൾഡൊക്കെ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത് വർഷങ്ങളുടെ ഒരു ടൈം എടുത്തുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരു ക്രിപ്റ്റോയിൽ കാണുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് ക്രിപ്റ്റോസ് ഇതിൻ്റെ അടുക്ക് ഇപ്പോൾ നമ്മൾ ഇതേറിയും 2015 വരുന്ന സമയത്ത് വലിയൊരു എമൗണ്ടിലല്ല വന്നത്. ഓക്കെ, അത് ചെറിയൊരു എമൗണ്ടിലായിരുന്നു. പക്ഷെ അതിൻ്റെ ഗ്രോത്ത് ഇപ്പോൾ ഇന്ന് ഏതാണ്ട് 2.5 ലക്ഷത്തിൻ്റെ അടുത്തേക്ക് എത്തി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അന്ന് അതിന് ചെറിയ പ്രൈസിങ്ങിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു ആസ്തിയുള്ള വ്യക്തിയായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ഒരു സംഭവിക്കുന്ന ഒരു മെയിൻ ക്രിപ്റ്റോയിൽ സംഭവിക്കുന്ന വലിയൊരു ഗ്രോത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് ഈ രീതിയിൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് സിസ്റ്റം, അതേപോലെ തന്നെ ക്രിപ്റ്റോ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് സിസ്റ്റം, രണ്ടിനും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരാൾ ഒരു UPI ട്രാൻസാക്ഷൻ നടത്താമെന്ന് വിചാരിക്കുക. ഒരാളുടെ ഫോണിൽ നിന്ന് വേറെ ആൾക്ക് ഒരു 1000 രൂപ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 2 പേർക്കും ഫോണിന് ഇവിടുന്ന് ഫണ്ട് പോയിട്ടുണ്ടാവും, അവരുടെ ഫോണിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇൻറ്റേർണൽ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുന്നത് ബാങ്കായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിലൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു സെൻട്രൽ അക്കൗണ്ടിൽ നിന്ന് റിസീവർ അക്കൗണ്ടിലേക്ക് ഫണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുറച്ച് കൂട്ടം ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അവർ മുഖേനയാണ് ഈ കാര്യങ്ങൾ എല്ലാം അവിടെ വർക്കൗട്ട് ആകുന്നത്. അതായത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കടന്നിട്ട് കറങ്ങുകയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അവർ ഡീൽ ചെയ്യുന്നതിന് മുറക്കനുസരിച്ചിട്ടാണ് ഫണ്ടും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൂടെ പോകുമ്പോൾ ഇവിടെ എന്ത് പ്രോബ്ലംസ് വേണമെങ്കിലും മേ ബി സംഭവിച്ചേക്കാം. എന്ത് ടൈപ്പ് ഓഫ് മാനിപ്പുലേഷൻസോ ഹാക്കിങ്ങോ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും സംഭവിക്കും. കാരണം ഒരു സെർട്ടൻ സെർവറിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു സെർവറിന് എന്തെങ്കിലും ഒരു സംഭവം പറ്റിക്കഴിഞ്ഞാൽ മേ ബി അവിടെ അതൊരു ബ്രേക്കായി പോകാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ നമ്മളൊരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് സിസ്റ്റം, അതായത് ഒരു ക്രിപ്റ്റോ ട്രാൻസാക്ഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് അവിടെ വരുന്നില്ല. മറിച്ച് ഒരു പിയർ ടു പിയർ ട്രാൻസാക്ഷൻ ബ്ലോക്ക് ചെയിനിന്റെ സഹായത്താൽ റൺ ചെയ്തു പോവുകയാണ്. ഓക്കെ, എന്താണ് ഒരു ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ആക്ഷൻ എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ ആക്ഷൻ തന്നെയാണ് ഈ ഒരു ക്രിപ്റ്റോ ട്രാൻസാക്ഷനിൽ സംഭവിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് വരും. ആ ഒരു ബ്ലോക്കിലുള്ള കാര്യങ്ങൾ ഒരു ഹാഷ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് എല്ലാ സെർട്ടൈൻ ബ്ലോക്ക്
ബ്ലോക്സിലേക്കും കോപ്പി ചെയ്തിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് ഒരു ചെയിൻ പോലെ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ പോസിബിൾ ആക്കി തീരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഒരിക്കലും ഇതിൽ ഇൻവോൾവ് ആവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഒരു തരത്തിലും ഒരു ട്രാൻസാക്ഷൻ്റെ സമയത്ത് ഒരിക്കലും ആ ഒരു ഫണ്ട് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് പോകാനോ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളും അവിടെ വർക്കൗട്ട് ആവില്ല എന്നുള്ളൊരു കാര്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സെഫീനേക്കാളും എത്രയോ മടങ്ങ് സെക്യൂർ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഡെഫി സിസ്റ്റം. ഓക്കെ, ഇതൊക്കെ പോസിബിൾ ആവില്ല നമുക്ക് ക്രിപ്റ്റോ ട്രാൻസാക്ഷനിലാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലോക്ക് ചെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. കുറേ CBDC ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരും. ഓക്കെ, ഈ സെൻട്രൽ ബാങ്ക് ഓഫ് ഡിജിറ്റൽ കറൻസികളൊക്കെ ഇനി ഈ ഒരു പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യപ്പെടും. ഓക്കെ, എന്തായാലും നമുക്കൊരു സെഫിയും ഡെഫിയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ ഒന്നുമില്ല, നമുക്ക് രണ്ട് വ്യക്തികൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇടനിലക്കാരനായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ബാങ്കും മറ്റ് ഏജൻസികളും കാര്യങ്ങളും ആയിരിക്കും. നേരെ മറിച്ച് ഒരു ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് സിസ്റ്റത്തിലും ഉള്ളിലൂടെ നടക്കുന്ന സകല കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ സ്മാർട്ട് കോൺട്രാക്ട് പ്രോട്ടോകോൾ പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു മൂന്നാം കക്ഷിയുടെ കയ്യിലേക്ക് ഫണ്ട് വന്നിട്ട് അതിൽ നിന്നുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ ഒരിക്കലും ഇവിടെ പോസിബിൾ ആവുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ഒരു സെഫി ആൻഡ് ഡെഫി സിസ്റ്റം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെ ഇതിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു സെക്യൂർഡായിട്ട് തോന്നുന്നത് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസിങ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അപ്പം അതിനൊരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കുക, അതിലേക്ക് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ക്ലിയർ. ഇനി നമ്മൾ അടുത്തൊരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ടുള്ള എക്സ്ചേഞ്ചുകളെ പറ്റിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ? തീർച്ചയായിട്ടും എക്സ്ചേഞ്ചിൻ്റെ ആവശ്യം അല്ലെങ്കിൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ബൈയിങ് ആൻഡ് സെല്ലിങ് ട്രേഡ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേയധികം കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേയധികം ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സ്ചേഞ്ചുകൾ നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ട്രേഡിംഗ് എക്സ്ചേഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24/7 നമുക്ക് ഇപ്പോഴും മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പം നിലവിൽ നമ്മുടെ നാട്ടിലുള്ള എക്സ്ചേഞ്ചുകളുടെ ഒരു ലിസ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്, സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് എക്സ്ചേഞ്ചുകൾ ഇന്ന് വേൾഡിൽ ആളുകൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് ബിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കുറേയധികം ഇഷ്ടം പോലെ എക്സ്ചേഞ്ചുകൾ നമുക്കിവിടെ ഈ ഒരു കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ കാണാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. അതിൽ വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്കിങ് കൊടുത്തിട്ടുള്ള എക്സ്ചേഞ്ചുകളുടെ ഒരു ലിസ്റ്റാണ്. ഇതിൽ ഏതാണ്ട് 251 എക്സ്ചേഞ്ചുകൾ നിലവിൽ കോയിൻ മാർക്കറ്റിൽ നമുക്ക് ഈ രീതിയിൽ കാണപ്പെടാൻ പറ്റും. ഓക്കെ, അപ്പം ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനവധി എക്സ്ചേഞ്ചുകളുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിനാൻസ് ആണ്. ബിനാൻസിൽ ഏതാണ്ട് ട്രില്യൺ കണക്കിന് വോളിയത്തിലാണ് ട്രേഡും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ കുറേ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്തെല്ലാം കോയിൻസ് അതിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ 32% ബിറ്റ് കോയിൻ തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് വോളിയത്തിലുള്ളത്. രണ്ടാമത് $US ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഒരു എക്സ്ചേഞ്ച് മുഖേന നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിപ്റ്റോ കറൻസികൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രിപ്റ്റോ വാലറ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ക്രിപ്റ്റോ വാലറ്റുകൾ ശരിക്കും ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് ആണ്. അതിലൂടെയാണ് ഈ സ്മാർട്ട് കോൺട്രാക്ട് പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു കീ ഫ്രൈസ് യൂസ് ചെയ്തിട്ട് ക്രിപ്റ്റോസിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിൽ ഇപ്പം നമ്മൾ ആ ഒരു അതിലൊരു അക്കൗണ്ട് പോലെ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്കൊരിക്കലും നമ്മളുടെ KYCയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഫോൺ നമ്പറോ ഇമെയിലോ ഒന്നും അവിടെ ചോദിക്കുന്നില്ല. മറിച്ച് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ന്യൂമോണിക് ഫ്രേസ് അല്ലെങ്കിൽ ഒരു കീ ഫ്രേസ് ആണ് ജനറേറ്റ് ചെയ്ത് വരിക ചെയ്യുക. ഒരു അൽഗോരിതം പ്രകാരം ഒരു 12 കീ ഫ്രേസ് അല്ലെങ്കിൽ ചിലതിൽ 24 കീ ഫ്രേസ് ഒക്കെ ഉണ്ടാവും. അത് അവിടെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് തരും. അതിന് നമ്മൾ സൂക്ഷിച്ച് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അതിലെന്തെങ്കിലും നമ്മളുടെയൊക്കെ അസറ്റുകൾ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസുകളും മേ ബി ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ഒരു ക്രിപ്റ്റോ അസറ്റുകൾ ഹോൾഡ് ചെയ്യാൻ ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡാണ് നമ്മുടെ ഈ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റുകൾ. അതായത് ട്രസ്റ്റ് വാലറ്റുകൾ, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ്, ഇങ്ങനെ അനവധി വാലറ്റുകളുണ്ട്. ഈ വാലറ്റുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടുകൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും.
ഓക്കെ. മാത്രമല്ല ഒരു വാലറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുക, ആ വാലറ്റിൻ്റെ കീ ഫ്രേസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ വാലറ്റിലേക്കും അതിൻ്റെ ആക്സസ് കിട്ടും എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീ ഫ്രേസ് മാത്രമായിരിക്കണം. വേറെ ഒന്നിനെ പറ്റിയിട്ട് നമ്മൾ ബോധേടാവേണ്ട ആവശ്യമില്ല. ആ കീ ഫ്രേസ് വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കീ ഫ്രേസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വാലറ്റിലേക്കും അതിൻ്റെ ആക്സസ് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് എങ്ങനെ ഒരു എക്സ്ചേഞ്ചിൽ, ഇപ്പോൾ ബിനാൻസിനെയാണ് ഞാൻ ഉദാഹരണമാക്കി വെക്കുന്നത്, ബിനാൻസിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നും അതോടൊപ്പം തന്നെ നമുക്ക് ക്രിപ്റ്റോ വാലറ്റുകൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ പറയുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിപ്റ്റോനെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ നമ്മൾക്ക് ഞാൻ ഇതിന് ശേഷം പറയാൻ പോകുന്ന ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നല്ല ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, താങ്ക് യു.